10-12 വർഷമായിട്ടേ നമുക്കുള്ള കസ്റ്റമർ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണേ. അതിൽ ചിലരൊക്കെ ഇങ്ങനെ കേക്കും നമ്മുടെ മറ്റു പ്രോഡക്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളുമായിട്ട് വളരെ വലിയൊരു ആത്മബന്ധം തന്നെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ക്വാളിറ്റി മനസ്സിലായതുകൊണ്ട് പിന്നീട് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ പല പ്രോഡക്റ്റും വാങ്ങാറുണ്ട്. കൂടുതലും എനിക്കിതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് വരാറ്. അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങി പിന്നെ നമ്മുടെ സ്ഥിരമായി കസ്റ്റമർ ആവുക എന്ന രീതിയാണ്. അതുപോലെ വന്നതാണ് സൈമണെ. 1-2 തവണ ബനാന കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു ബോക്സ് നിറയെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരിക്കലും ഞാനൊരു ബോക്സ് നിറയെ ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം നമുക്കറിയാമല്ലോ, വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവരതെടുത്ത് തിന്നുകൊണ്ടേ ഇരിക്കും, അവരുടെ ഹെൽത്തിനും അത്ര നല്ലതാവണമെന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനായിട്ടൊരു ഹാമ്പർ സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സൈമൺ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കീർത്തിക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടി വന്നു എനിക്ക്. അങ്ങനെ പല ഷോപ്പുകളിൽ കയറി ഇറങ്ങി കുറേയധികം സാധനങ്ങളിങ്ങനെ പിക്ക് ചെയ്തു. എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു കുഞ്ഞിന് അച്ഛൻ അയക്കുമ്പം ഏറ്റവും സന്തോഷമുള്ള ഒരെണ്ണം കിട്ടണം എന്നുള്ള രീതി സെറ്റ് ചെയ്താണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറേ ചോക്ലേറ്റ് കിട്ടുന്നതിലും അവർക്ക് ഏറ്റവും ഇഷ്ടമാകുക ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞ് കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴായിരിക്കും. പിന്നെ ഇത് കുറേ നാൾ വെച്ച് യൂസ് ചെയ്യാനും പറ്റും. അത് ഇപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബോക്സിൽ. പിന്നെ ഒരു ബർത്ത്ഡേ കാർഡ് എല്ലാം വെച്ച് നമ്മുടെ ലോഗോ എല്ലാം ഒട്ടിച്ച് ഇങ്ങനെ കൊല്ലത്തേക്കാണ് നമ്മൾ അയച്ചത്.